പറയട്ടെ. നമ്മൾ ചിന്തിച്ചു വന്നത് ഗംഭീരധ്വനിയായി കാഹളം ഊതേണ്ടതിന് വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി കാഹളം ഉണ്ടാക്കണം എന്ന് മോശയോട് പറഞ്ഞതു മുതൽ മടങ്ങിവരവിൻ്റെ സൂചന തിരുവചനത്തിൽ ഉടനീളം കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. ആ നാളിയും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. പക്ഷേ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. യേശുവിൻ്റെ വരവിൻ്റെ ദിവസം ആർക്കും അറിഞ്ഞുകൂടാ, പുത്രൻ വരെ അറിഞ്ഞുകൂടാ, പക്ഷേ നാളും നാഴികയും അറിഞ്ഞുകൂടാ. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓടി നടക്കാൻ വേണ്ടിയല്ല. സീസൺ നിങ്ങളെ മനസ്സിലാക്കേണ്ടതിന് നാളും നാഴികയും അറിയത്തില്ലെങ്കിലും സീസൺ നിങ്ങളെ മനസ്സിലാക്കേണ്ടതിന് ഒരുപാട് അടയാളങ്ങളുണ്ട്. അതിലൊന്ന് നോഹയുടെ കാലമാണ്. നോഹയുടെ കാലത്ത് ആ തലമുറയിൽ നോഹ ഒരുത്തൻ മാത്രം, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അബ്സല്യൂട്ട് മൈനോറിറ്റി മാത്രം നീതിമാനായിരുന്നു. അവിടെ നീതിമാൻ എന്നതിന് തമിയം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. നമ്മുടെ ചർച്ചിൽ ഒത്തിരി പ്രാവശ്യം ആവർത്തിച്ചതാണ്. ഒരു വ്യക്തിയെങ്കിലും കേൾക്കാതെ പോയാൽ നമ്മൾ കുറ്റക്കാരാകും. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. തമിയം എന്ന വാക്കാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നീതിമാൻ എന്നതിന്. തമിയം എന്ന വാക്കിൻ്റെ അർത്ഥം ഒറിജിനാലിറ്റി സൂക്ഷിക്കുന്നവനെന്നാണ്. ദൈവം സൃഷ്ടിച്ച ശരീരവും ദൈവം തന്ന രക്തവും ദൈവിക സ്വഭാവവും അതിൻ്റെ ഒറിജിനാലിറ്റിയിൽ സൂക്ഷിക്കുന്ന ഒറ്റ വ്യക്തി നോഹയായിരുന്നു, അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട മൈനോറിറ്റി ആയിരുന്നു. യേശുവിൻ്റെ മടങ്ങിവരവിലും ഇത് തന്നെ സംഭവിക്കും. ഇത് കാണുമ്പോൾ ബാക്കി എല്ലാവരും അഴുക്കാണെന്നല്ല, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ വരുവാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നാം ദൈവിക തിരഞ്ഞെടുപ്പിലായിരിക്കണം. ഈ നോഹയാണ് പെട്ടകത്തിലേക്ക് മാറ്റിയത്. നോഹ പെട്ടകത്തിൽ കയറി. മാത്രമല്ല ലോത്തിൻ്റെ കാലത്തും ഇതുപോലെ തന്നെയായിരുന്നു. ലോത്തിൻ്റെയും നോഹയുടെയും കാലത്തുണ്ടായിരുന്ന ചില പ്രത്യേകതകൾ നമ്മൾ നോക്കി. ജനം വഷളന്മാരായി സ്വവർഗരീതികളിലും ഹോമോസെക്ഷുവാലിറ്റിയിലും ലൈംഗിക പാപങ്ങളിലും അധപ്പതിച്ചു. ദൈവത്തെ മറന്നു, ജഡീക ഉല്ലാസങ്ങളിൽ സമയം ചെലവഴിച്ചു. കേട്ട സന്ദേശത്തിന് ഒത്തവണ്ണം അവർ പ്രതികരിച്ചില്ല, അവർ രൂപാന്തരം പ്രാപിച്ചില്ല. നമ്മുടെ തലമുറയിലും ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. സമയത്തെ തിരിച്ചറിയുവാൻ, സീസൺ തിരിച്ചറിയുവാൻ കർത്താവ് നമുക്ക് കൃപയാകട്ടെ. ഞാൻ ഓർപ്പിച്ചു, ലോത്ത് പോയ ഉടനെ സോദോമിന്മേൽ തീ വീണു. സഭ പോയാൽ ഉടനെ ഈ ഭൂമിയിൽ ന്യായവിധിയാകും. നോഹ പോയാൽ ഉടനെ തന്നെ, അല്ലെങ്കിൽ പെട്ടകത്തിൽ കയറിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ജലപ്രളയമുണ്ടാകും. സഭ പെട്ടകത്തിൽ കയറിയാൽ, മധ്യാകാശത്തിൽ എടുക്കപ്പെട്ടാൽ തുടർന്ന് ഭൂമിയിൽ ന്യായവിധി ഉണ്ടാകും. സെപ്റ്റംബറിൻ്റെ പ്രത്യേകതകളായി നമ്മളൊന്ന് ബ്ലഡ് മൂൺ കണ്ടു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലായിരുന്നു നമ്മൾ കണ്ടു. സെപ്റ്റംബർ 8-ാം തീയതി ഞായറാഴ്ച അത് സംഭവിച്ചു. ഓക്കെ, അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. രണ്ടാമത്തെ ഏറ്റവും വലിയ സൈൻ നമ്മൾ എടുത്തു പറഞ്ഞത് UNOയിൽ നടക്കുവാൻ പോകുന്ന സെപ്റ്റംബർ മാസം 23-24 ദിവസങ്ങളിൽ പ്രത്യേകിച്ചും നടക്കുവാൻ പോകുന്ന ഒരു സമ്മിറ്റിനെ കുറിച്ചാണ്. ഈ സമ്മിറ്റ് മറക്കാവുന്നതല്ല. 10 പ്രാവശ്യം പറഞ്ഞാലും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്, മറ്റുള്ളവരോട് പറയേണ്ടതാണ്. ന്യൂയോർക്കിൽ വെച്ചാണ് ഈ പ്രാവശ്യത്തെ സമ്മിറ്റ് നടക്കുന്നത്. സെപ്റ്റംബർ മാസം 9-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുക 29 വരെ പോകും. ഇതിനകത്ത് 23-24 ദിവസങ്ങളിൽ ഇസ്രയേലിനെയും യെരുശലേമിനെയും കുറിക്കുന്ന ഗൗരവമേറിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ന്യൂയോർക്കിൽ അവർ കൂടുകയാണ്. ഇതിനകത്ത് രഹസ്യം ഒന്നുമില്ല, വളരെ പരസ്യപ്പെടുത്തിയതാണ്. കാരണം ഈ പടങ്ങളിൽ താഴെ കാണുന്നതായ റൈറ്റ് സൈഡ് കോർണറിൽ താഴെ കാണുന്നതായ ഡോം ഓഫ് ദ റോക്ക്, അതിനെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അന്ത്യകാല ലക്ഷണങ്ങളുടെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നായി തൂങ്ങി നിൽക്കുന്ന വേദപുസ്തക ചരിത്രമാണത്. വേദപുസ്തകത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സമാധാനം നഷ്ടമാകുന്നത് അവിടെയാണ്. ലോക സമാധാനം, എൻ്റെ വീട്ടിലെ സമാധാനമല്ല, നമ്മുടെ സഭയുടെ സമാധാനമല്ല, ലോക സമാധാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇടമാണത്. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ എ ബെറ്റർ വേൾഡ് എന്ന അജണ്ടയിൽ അവരിയ്ക്കുകയാണ്. ആ ദിവസങ്ങൾ പ്രധാനമാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ ഞാനിവിടെ കാണിച്ചതാണ്. 2 നമ്മൾ ചിന്തിച്ചായിരുന്നു ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ.
ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ നക്ഷത്ര മണ്ഡലങ്ങളിലുള്ള റീ ഓറിയൻറ്റേഷൻ 2017 നടന്നതും 2024 നടന്നതും രണ്ടെണ്ണം ഞാൻ എടുത്തു കാണിച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ എന്നിത്യാദിയുള്ള പ്രയോഗം നമുക്ക് മനസ്സിലാകുന്ന ഭാഷാ ശൈലിയല്ല. അത് ഗ്രീക്ക് മിത്തോളജിസ്റ്റിന് വേണ്ടിയുള്ള ഗ്രീക്ക് തത്വസംഹിതകൾ പഠിപ്പിക്കുന്നതായ ആകാശത്തെയും അന്തരീക്ഷത്തെയും നോക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഭാരതത്തിലും ആകാശത്തിലും നക്ഷത്രഗണങ്ങളെയും നോക്കുന്നവരുണ്ട്. അവർക്ക് മനസ്സിലാകത്തക്ക ഭാഷയിൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കൗൺസിലേഷൻസ് അത് ഫോം ചെയ്ത് കഴിഞ്ഞു. 2017 ഒന്നാമത്തേത് നടന്നു, രണ്ടാമത്തേത് 2024 നടന്നു. ഇത് സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം നടക്കുന്നതാണ് എന്ന് മറക്കരുത്. അതിനപ്പുറത്ത് ബാഹ്യാകാശത്തിൽ നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന്, സൂര്യമണ്ഡലത്തിൻ്റെ വെളിയിൽ നിന്ന് ഒരു പക്ഷെങ്കിൽ നമ്മുടെ മിൽക്കി വേയ്ക്കകത്ത് നിന്നായിരിക്കാം, അത് തീർത്ത് പറയാൻ അറിയത്തില്ല. പക്ഷെ സൂര്യഗ്രഹത്തിന് അല്ലെങ്കിൽ സൗരയൂഥത്തിൻ്റെ വെളിയിൽ നിന്ന് ആകാശത്തിലൂടെ കടന്നുപോയ ഒരു 3 അതിഥികളുണ്ട്. ശാസ്ത്രലോകം കഴിഞ്ഞ രാത്രിയിലും ഞാനതിനെക്കുറിച്ചുള്ള ന്യൂസ് എടുത്ത് നോക്കുകയായിരുന്നു. ഒരു ദിവസം 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ ഏരിയയിൽ പോകാറുണ്ട്. അതിനെക്കുറിച്ച് റിപ്പോർട്ടുകളുണ്ടോ എന്ന് നോക്കാറുണ്ട്. സകല റിപ്പോർട്ടുകൾക്കകത്തും ശാസ്ത്രലോകം ഒരുപോലെ ഞെട്ടുകയാണ് ഇതെന്ത് എന്ന് കാണിച്ച്. ആദ്യം വന്നത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇത് നിശ്ചയമായും ഒരു വാൽനക്ഷത്രമല്ല, അതിലധികം എന്തോ ആണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ സംശയിച്ചിരുന്നു. കാര്യം ഇദ്ദേഹത്തിൻ്റെ അപാര സ്പീഡ് കൊണ്ടാണ് അതുണ്ടായത്. സാധാരണ ഒരു വാൽനക്ഷത്രത്തിനും ഉണ്ടാകാത്ത സ്പീഡാണ് ഇതിനുണ്ടായിരുന്നത്. 58,900 മൈൽ മുതൽ 190,000 മൈൽ പെർ അവർ വരെ ഇത് സഞ്ചരിച്ചിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് കാണേണ്ട ഇടത്തൊരല്പം സ്ലോ ചെയ്ത്, കാണേണ്ടാത്തടത്ത് വേഗത്തിൽ ഒരു വാഹനം ഓടിക്കുന്നത് പോലെ, ഒരു ഡ്രൈവർ ശ്രമിക്കുന്നത് പോലെ ഈ സാധനം ചില ഗ്രഹങ്ങളുടെ അടുക്കൽ സ്ലോ ചെയ്യുകയും ചില ഇടങ്ങളിൽ വേഗത്തിൽ പോകുകയും ചെയ്തതിനാൽ ഇത് നാച്ചുറൽ അല്ല എന്ന് ശാസ്ത്രലോകം പറഞ്ഞു. ഇദ്ദേഹത്തിനും ഹൈ സ്പീഡ് ആയിരുന്നെങ്കിലും ഇത് നോർമൽ കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് അത്രയും സംശയമില്ല. പക്ഷേ ഇദ്ദേഹവും വന്നതാണ്. പക്ഷേ ഈ കാണുന്ന പുള്ളി 3i അറ്റ്ലസ് ഇതിനെക്കുറിച്ച് ജൂലൈ മാസം 1-ാം തീയതി പ്രത്യക്ഷപ്പെടുകയും ഇതുവരെ വന്ന ഗോളങ്ങളും ഗ്രഹങ്ങളും പലതും നമ്മുടെ ഭൂമിയെയും അതിൻ്റെ വട്ടത്തിലുള്ള മറ്റു ഗ്രഹങ്ങളെയും അധികം ശോധന ചെയ്തപ്പോൾ ഇങ്ങൊരു സൂര്യനുമായിട്ടാണ് ഇടപെടൽ. സൂര്യൻ്റെ അടുത്താണ് കറങ്ങുന്നത്. ഭൂമിയുടെ അടുക്കൽ വന്നില്ല ഇതുവരെയും. എന്നാൽ ഇതര ഗ്രഹങ്ങളുടെ പലതിൻ്റെയും അടുക്കലെത്തി. പലതിനെയും സ്ലോ ആയിട്ട് ഒബ്സർവ് ചെയ്തു. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. തൻ്റെ വലത്തുവശത്ത് കാണുന്ന ചിത്രത്തിനകത്ത് മുൻപിലും പുറകിലും 2 വിൻഡോകൾ കാണാം. ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ, നാസ അല്ല റിപ്പോർട്ട് ചെയ്തത്, യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന റിസർച്ച് നടത്തുന്ന ഒരു കൂട്ടം ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയ 2 വിൻഡോ ആണെന്നും അവർ പറയുന്നത് 100% ഇത് നാച്ചുറലല്ല, ഇത് ഏലിയൻ ഓറിയൻറ്റഡ് ആണെന്നും. സൂര്യനെക്കുറിച്ച് എന്തോ പഠിക്കുവാൻ ഒരു പക്ഷെങ്കിൽ വേദപുസ്തക പ്രകാരം ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓരോ നക്ഷത്രങ്ങളിലും ദൈവം ദൂതന്മാരെ പാർപ്പിച്ചിട്ടുണ്ട്. സൂര്യനിൽ പാർക്കുന്ന ദൂതനുമായി ഒരു പക്ഷെങ്കിൽ ബന്ധപ്പെടുകയായിരിക്കാം. സംഭവം അവിടെ ചെന്ന് സ്ലോ ചെയ്യാറുണ്ട്. ഇതുപോലെ നടക്കുന്ന ഇദ്ദേഹമാണ് ഏറ്റവും ഭയങ്കരമായി ആളുകൾ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്പീഡും ഭയങ്കരമായി വേരി ചെയ്യുന്നുണ്ട്. ഒരു വാൽനക്ഷത്രത്തിന് കിട്ടാത്ത സ്പീഡ് ഇതും എടുക്കുന്നുണ്ട്. ഈ 3നെയും ശാസ്ത്രലോകം സംശയിക്കുന്നു. അതിനടുത്തത് ഞാൻ പറഞ്ഞു, നമുക്ക് പുതിയ വെബ് ടെലിസ്കോപ്പുകളുണ്ട്. പഴയ വെബ് ടെലിസ്കോപ്പ് നമുക്കുണ്ടായിരുന്ന പഴയ ടെലിസ്കോപ്പ്, ആ പുള്ളിക്കാരൻ 517 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് 517 കിലോമീറ്റർ ഉയരത്തിലായിരുന്നെങ്കിലും ഇദ്ദേഹം 15 ലക്ഷം കിലോമീറ്റർ ഉയരത്തിലാണ്. കഴിഞ്ഞത് ഭൂമിക്ക് വട്ടം കറങ്ങുമായിരുന്നെങ്കിൽ ഇത് സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. അങ്ങനെ വലിയ കണ്ടുപിടുത്തങ്ങളുടെ വ്യത്യാസങ്ങൾ ഉണ്ടായി.
വെറാസി റൂബിൻ ഒബ്സർവേറ്ററി ചിലിയിൽ വെച്ചിട്ടുള്ള ഒന്നാണ്. ഇതിനകത്തും ഭയങ്കര കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രയും കണ്ടുപിടുത്തങ്ങൾ ഉള്ളപ്പോൾ തന്നെ ശാസ്ത്രലോകം പറഞ്ഞു, പണ്ടുണ്ടായിരുന്ന തിയറികൾ പലതും വലിച്ചു കീറേണ്ടി വരും. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ദൈവമില്ല എന്നൊക്കെ പറഞ്ഞ ആ പല സ്റ്റേറ്റ്മെൻറ്റുകളും വലിച്ചു കീറേണ്ടതായി വരും. കാര്യം നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും ചിന്തിച്ചിട്ടില്ലാത്തതുമായ ആഴങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ മണ്ടയ്ക്കാണ് വോയേജർ 1 ആൻഡ് വോയേജർ 2. ഇവർക്ക് പോയി പ്രവർത്തിക്കുവാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരുന്ന കാലഘട്ടമൊക്കെ തീർന്നു. ഇത് ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ പോയതാണ്. ഞാൻ 2 എണ്ണം ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്രതീക്ഷിതമായ സിഗ്നലുകൾ ഇവരയക്കുന്നുണ്ട്. ഇവയിൽ നിന്ന് നമുക്ക് വരുന്ന ഇൻഫർമേഷൻസും ടെറിബിൾ, മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ്. യേശു ഇത്രയും മാത്രം പറഞ്ഞു, ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് ഭവിക്കും എന്നറിയാതെ ജനം ഭയവിഹ്വലരായി നോക്കിപ്പാർത്തിരിക്കുന്ന കാലം വരും. അതാണ് സെപ്റ്റംബർ. ആ കാലത്തിലേക്ക് നമ്മൾ എത്തി. സെപ്റ്റംബറിൻ്റെ പ്രത്യേകതകൾ തൊടുകയാണ്. ഇത് ആരെങ്കിലും കഴിവുള്ളവർ ഇൻ്റർനെറ്റിൽ ഒന്ന് കയറിയിട്ട് മിഷൻ സ്റ്റാറ്റസ്, വോയേജറിൻ്റെ മിഷൻ സ്റ്റാറ്റസ് ഒന്ന് നോക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിങ്കളാഴ്ച എടുത്ത ഒരു കട്ടിംഗ് ആണ്. അതുകൊണ്ട് സെക്കൻഡ് ബൈ സെക്കൻഡ് ഇതിൻ്റെ ദൂരം കിട്ടത്തില്ല. പക്ഷെങ്കിൽ ഇന്ന് ഇൻ്റർനെറ്റിൽ നിങ്ങൾ കയറിയാൽ, വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയാൽ വോയേജർ 1നെയും 2നെയും കുറിച്ച് നോക്കിയാൽ അത് ഓരോ സെക്കൻഡിലും എവിടെയാണ്, ഒരു സെക്കൻഡ് ഇടയിട്ട് ഈ ഭൂമിയിൽ നിന്ന് ദൂരത്തിലാണെന്ന ആക്റ്റീവ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആക്റ്റീവ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് തിങ്കളാഴ്ചത്തെ റിപ്പോർട്ടാണ്. ഇദ്ദേഹം പോയിട്ട് 48 വർഷമായി. വോയേജർ 1 പോയിട്ട് 48 വർഷമായി. ഇന്ന് ഭൂമിയിൽ നിന്ന് എത്ര ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്, എത്ര ലൈറ്റ് ഇയേഴ്സ്, ലൈറ്റ് അവേഴ്സ്, ലൈറ്റ് മിനിറ്റ്സ് അകലെയാണ് എന്ന് അതിൻ്റെ കറണ്ട് പൊസിഷൻ ഓരോ മിനിറ്റിലും കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വെബ്സൈറ്റിനകത്തൂടെ ലോകം, യേശുവിൻ്റെ ഒരു പദം, ലോകം ഭയവിഹ്വലരാകുമെന്നാണ്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ പറ. 24 മണിക്കൂറും ഇതിനെ ശാസ്ത്രലോകം റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ചിന്തിച്ചിട്ടുള്ളതിനേക്കാൾ അപ്പുറമായ വിവരങ്ങളാണ് പ്രപഞ്ചത്തെക്കുറിച്ച് ലഭിക്കുന്നത്. വെറും ശൂന്യമെന്ന് നമ്മൾ കരുതിയിരുന്ന ഇടം ശൂന്യമല്ല എന്നും അവിടെയൊക്കെ ഗംഭീരമായ ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടെന്നും ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ വകയാണെന്നും സ്ഥാപിക്കുവാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞു. മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, അനേക സിഗ്നലുകൾ ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സർപ്രൈസിങ് സിഗ്നൽ, സ്പൂരിയസ് സിഗ്നൽസ് ഒരുപാടെണ്ണം വന്നുകൊണ്ടിരിക്കുക ഭൂമിയിലേക്ക്. ഞാനിതിനെക്കുറിച്ച് 1-2 പദങ്ങളൂടെ എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. 1967 കാനഡയിൽ ആദ്യത്തെ ഏലിയൻ ലാൻഡിംഗ് സ്ട്രിപ്പ് ഉണ്ടാക്കി. ഏലിയൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒത്തിരി പേര് പരസ്യം നടത്തുമ്പോൾ കനേഡിയൻ ഗവൺമെൻറ് കാശ് മുടക്കി നമുക്ക് ബാംഗ്ലൂരിലൊരു എയർഫീൽഡുണ്ട്. എയർക്രാഫ്റ്റ് എന്നൊരു സാധനം ഇല്ലെങ്കിൽ പിന്നെ എന്നെ എടുക്കാൻ എയർപോർട്ട്. മുന്നേ ഏലിയൻസ് ഒന്നും ഇല്ലെങ്കിൽ 1967 കാനഡ ഗവൺമെൻറ് കാശ് മുടക്കി ഏലിയൻസ് ലാൻഡ് ചെയ്യാനും വേണ്ടി നമ്മുടെ വലത്തുവശത്ത് മേളിൽ കാണുന്ന പോയിൻ്റ് അതാ. ഏലിയൻസ് ലാൻഡ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു പോർട്ട് ഓൾറെഡി ഒരു ലാൻഡിംഗ് സ്പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് 1967. അന്ന് മുതൽ ഇങ്ങോട്ട് ഇവർ വരുന്നതും പോകുന്നതും അറിവുള്ള കാര്യമാണ്. 2010 സ്റ്റീഫൻ ഹോക്കിങ്സ്, അന്ന് ജീവനോടിരുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. എൻ്റെ വലത്തുവശത്ത് രണ്ടാമതായി ഞാൻ കാണിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. 2010 അദ്ദേഹം പറഞ്ഞതാണ്, ഇവരെ കോണ്ടാക്റ്റ് ചെയ്യരുത്. അനുഗ്രഹവും ശാപവും എന്ന വിഷയം പഠിപ്പിക്കുമ്പോൾ മന്ത്രവാദികളെയും മാന്ത്രികരെയും പൈശാചിക ശക്തികളെയും കോണ്ടാക്റ്റ് ചെയ്യരുത് എന്ന് ഞാനിവിടെ പറഞ്ഞ അതേ ലാഘവത്തോടെ, അംഗീകരിക്കാത്ത ഒത്തിരി പേരുണ്ട്, അതേ ലാഘവത്തോടെ ബാഹ്യാകാശത്തെക്കുറിച്ച് അറിയാവുന്ന സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞിരുന്ന പദമാണ് ഏലിയൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ അതിഗംഭീരമാണ്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ കോട്ടിയാടുകളിൽ, നിങ്ങളുടെ മുറ്റത്തും പെരയ്ക്കകത്തും ഏലിയൻസ് കണ്ടേക്കാം, ഇല്ലെന്ന് പറയാൻ ഒക്കത്തില്ല. അവരെ കാണാൻ നിങ്ങൾക്ക് ഒക്കത്തില്ല. നിങ്ങളോട് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ അവയ്ക്ക് കഴിയത്തില്ല. അത് കഴിയാത്ത ഏതോ ഒരു സാഹചര്യമുണ്ട്. അത് ദൈവികമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അവരെ കോണ്ടാക്ട് ചെയ്യരുത്. ചെയ്താൽ അവർക്ക് അസസ്സാകും. നിങ്ങളോട് ഇടപെടുവാൻ അവർക്ക് കഴിവായാൽ നിങ്ങൾ ഉറുമ്പിനെ നമ്മൾ ചവിട്ടി തൂക്കുന്നത് പോലെ, അദ്ദേഹം ഉപയോഗിച്ച വാചകങ്ങളാണ്, ഉറുമ്പിനെ നമ്മൾ ചവിട്ടി തൂക്കുന്നത് പോലെ മനുഷ്യവർഗത്തെ ഈ ഭൂമിയിൽ നിന്ന് ചവിട്ടി തൂത്ത് കളഞ്ഞേച്ച് അവരിവിടെ ഭരണമേറ്റെടുക്കും. അതുകൊണ്ട് അരുത്. എന്നാൽ സ്റ്റീഫൻ ഹോക്കിങ്സ് പോയ ശേഷം അദ്ദേഹം പറയാൻ ഒത്തിരി താമസിച്ചു പോയി. 2010 പറഞ്ഞത്. 1967 തന്നെ ഇവർ വരാനും പോകാനും തുടങ്ങിയിരുന്നു. മിഷിയ കാക്കു, ഇന്ന് ജീവനോടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ
ശാസ്ത്രജ്ഞന്മാരിൽ ഉന്നതനായ വ്യക്തിയാണ്. ആ ഏരിയയിൽ ശാസ്ത്രത്തെക്കുറിച്ച് ഉന്നതനെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന് 100 വിങ്ങുണ്ട്, ഒത്തിരി വിങ്ങുകളുണ്ട്. അതിലെ ഓരോ വിങ്ങിനെക്കുറിച്ചാണ് പറയുന്നത്. വാനശാസ്ത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ച ആ ഏരിയയിൽ ഫിസിക്സ് എടുത്ത മിഷിയാക്കാക്കു പറയുന്നത് നമുക്ക് ഏലിയൻ ടെക്നോളജി വേണം. അവർ തയ്യാൻ റെഡിയാണ്. ഓൺലി തിങ് അല്ല, മെയിൻ തിങ് ബൈബിൾ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കണം. ബൈബിൾ ഉള്ളിടത്തോളം കാലം ഇവർക്ക് കയറാൻ പറ്റത്തില്ല. ബൈബിൾ ആളുകൾ അനുസരിക്കുന്നിടത്തോളം ഇതെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബൈബിൾ ഇവിടുന്ന് മാറ്റിയാൽ അവരുടെ ടെക്നോളജി നമുക്ക് തരാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞത് ഒരു 5 വർഷത്തിന് മുമ്പെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്രോക്സിമേറ്റ്ലി 5 വർഷത്തിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞു, 1 നൂറ്റാണ്ടിനകം നാം ഏലിയൻ ടെക്നോളജിയിൽ കയറിയിരിക്കും, അവരുടെ ടെക്നോളജി നമുക്ക് തന്നിരിക്കും, നമ്മളത് എടുത്തിരിക്കും. ഓക്കെ, ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ മാറുന്നുണ്ട്, സംഗതികൾ പുതുതായി വരുന്നുണ്ട്, പലതിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യഗ്രഹജീവികളെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൻ്റെ ID ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫ്ലൈങ് സോസറിനെ കുറിച്ചും മറ്റും. ഇത് ലാൻഡ് ചെയ്യാനാണ് 1967 തന്നെ ഭൂമിയിൽ സ്ഥലമുണ്ടാക്കി കൊടുത്തത്. ഇന്നിത് സർവ്വവ്യാപകമായി മാറിക്കഴിഞ്ഞു. ഇനിയും ഇസ്രയേലിൻ്റെ സൈഡിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ, കഴിഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തൊട്ടതാണ്. ഒന്ന്, യേശുക്രിസ്തു പറഞ്ഞിരുന്ന ഒന്നാമത്തെ ഉപമ, അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കും. അത്തി എന്ന് പറയുന്നത് യഹൂദനെക്കുറിച്ച്, യഹൂദൻ്റെ രാഷ്ട്രീയ ചിഹ്നമാണ് അത്തി. അതുകൊണ്ട് അത് തളിർത്ത് കഴിഞ്ഞു. 1948 തുടങ്ങി അവർ തളിർത്തുകൊണ്ടിരിക്കുക. ഇന്നവർ ലോകത്തിനൊരു ത്രെട്ടാണ്, അല്ലെങ്കിൽ അതിനെ തൊടുന്നവനൊക്കെയും കഠിനമായി മുറിവേൽക്കുമെന്ന് പറഞ്ഞ ആ സ്റ്റാൻഡേർഡിലേക്ക് അവർ വന്നു കഴിഞ്ഞു. ഇസ്രയേലിനെ കുറിച്ചുള്ള രണ്ടാമത്തെ പ്രവചനം പറഞ്ഞിരുന്നത് ഉണങ്ങിയ അസ്ഥികൾ ഒരുമിച്ച് ചേരും. അസ്ഥി താഴ്വരകളുടെ പരസ്യം എന്ന് പറയാം. അത് ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞു. നേഷൻ ബിക്കെയിം പവർഫുൾ. അവരുടെ രാജ്യം ശക്തിമത്തായ ഒരു രാജ്യമായി മാറി. സംഗതി ആകപ്പാടെ ചെറുതാണ്. ഇസ്രയേലിന് കുറുകെ ഒന്ന് കടക്കുവാൻ, അതിൻ്റെ ഏറ്റവും ചെറിയ പോയിന്റിൽ ഒരു പ്ലെയിൻ കടക്കുവാൻ എൻ്റെ ഓർമ്മയിൽ 1.5 മിനിറ്റ് അല്ല 2.5 മിനിറ്റ് എന്നിരിക്കട്ടെ, ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല, 1.5 2.5 മിനിറ്റ് മതി ഇസ്രയേൽ രാജ്യത്തിൻ്റെ മേളിൽ കൂടെ ഒരു പ്ലെയിൻ ഒരു വശത്തുനിന്ന് വേറൊരു വശം പോകാൻ. അത്രയും ചെറിയ രാജ്യമാണ്. ഏതാണ്ട് ചില 1000 സ്ക്വയർ കിലോമീറ്ററുകളെ ഇതിനാകെയുള്ളൂ. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഭയപ്പെടുകയാണ്. ആ സാഹചര്യത്തിലേക്ക് അത് എത്തിത്തീർന്നു. ദേ ആർ ടുവേഴ്സ് ദ ടെമ്പിൾ വർക്ക്. അത് ഞാൻ ഇന്ന് അല്പം കൂടെ തൊടും. അവരവരുടെ ആലയം പണി, മുമ്പേ നമ്മളൊരാലയം കാണിച്ചായിരുന്നല്ലോ, അവിടെ ഒരു ആലയം പണിക്ക് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ശ്രദ്ധ അവിടേക്കാണെന്ന് പോകുന്നത്. ഈവൻ ദി ബ്ലൂ ദ ട്രംപറ്റ് ആഫ്റ്റർ 2000 years. 2000 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം 25-ാം തീയതി അവർ കാഹളം ധ്വനിപ്പിക്കുകയും ചെയ്തു. അറിവനുസരിച്ച്, വ്യക്തമല്ല എങ്കിലും കേട്ടുകേൾവി അനുസരിച്ച് അവർ ചുവന്ന പശുവിനെ യാഗം കഴിച്ച് അതിൻ്റെ ചാരമെടുത്ത് പുതിയ ദേവാലയം ശുദ്ധീകരിക്കുവാൻ മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന രംഗമായി ഇസ്രയേലാണ് ദൈവത്തിൻ്റെ പ്രധാന കടികാരം നാം കാണേണ്ടതിന് ദൈവം പ്രദർശിപ്പിക്കുന്നത്. അതാണ്. അങ്ങനെ ഇസ്രയേലിൻ്റെ പലതും കണ്ടു. ഗലീല കടൽ രക്തമയമായി മാറിയത്. അതിൻ്റെ കാരണങ്ങൾ കെമിക്കലാകാം, എന്തുമാകാം, ഇന്ന കാരണം കൊണ്ടെന്ന് എങ്ങും പറയുന്നില്ല. പക്ഷെ അത് രക്തമയമായി മാറിയത് ലോകം ഞെട്ടിയ ഒരു സംഭവമാണ്. റിവർ യൂഫ്രട്ടീസ് ഗെറ്റിംഗ് ഡ്രൈഡ് അപ്പ്. യൂഫ്രട്ടീസ് നദിയെക്കുറിച്ച്, യൂഫ്രട്ടീസ് നദിയിൽ ഒരു ദൂതൻ ഒരു കലശം പകരും, അതിനെ തുടർന്ന് യൂഫ്രട്ടീസ് നദി വറ്റിപ്പോകും എന്ന് ബൈബിൾ പറഞ്ഞു. ഇന്ന് നമ്മളതിൻ്റെ വക്കത്തെത്തി. യൂഫ്രട്ടീസ് നദി വറ്റിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 21:20 യേശു പറഞ്ഞൊരു പ്രസ്താവനയാണ്. നമ്മൾ ഇതുവരെ ആ പ്രസ്താവനയിലൂടെ പോയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 21:20 യേശു പറഞ്ഞ ഒരു പ്രസ്താവനയാണ്. ഇസ്രയേൽ അതിൻ്റെ ചുറ്റുമായി ശത്രുക്കളാൽ ചുറ്റപ്പെടുമ്പോൾ അവരുടെ നാശം അടുത്തു എന്ന് ചിന്തിച്ചോണം. ഇസ്രയേലിൽ ഒരു വലിയ നാശമുണ്ടാകത്തക്കവണ്ണം അതിൻ്റെ വക്കത്ത് എത്തിക്കഴിഞ്ഞു. ഇസ്രയേലിൻ്റെ വട്ടത്തിൽ ശത്രുക്കളായി അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നു. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആരംഭത്തിലെ യുദ്ധത്തിൽ നാസറിൻ്റെ കൈക്കീഴിൽ ഇസ്രയേലിന് വട്ടമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് യുദ്ധത്തിന് വന്നു. അതോടെ ദൈവം നേരിട്ട് ഇടപെട്ടു. ഇനിയും ഇടപെടും. നാസർ പെട്ടെന്ന് രാജിവെച്ച് സ്ഥലം വിട്ടു. അദ്ദേഹത്തിൻ്റെ പ്ലാനുകൾ മൊത്തം തകർന്നു. ദൈവത്തിൻ്റെ പദ്ധതി ബൈബിളിൻ പ്രകാരം നിലനിന്നു. നമ്മുടെ മഴുക്കക്കൂടെ പോകുന്ന റോഡ് ഞാൻ പറഞ്ഞു, ഏഷ്യൻ ഹൈവേ തയ്യാറായി. പല സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ഏഷ്യൻ ഹൈവേയുടെ ഭാഗങ്ങൾ ഞാൻ കാണാറുണ്ട്. ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. AH എന്ന് എഴുതി വച്ചിരിക്കുന്നത് കാണാം പലയിടത്തും. കാരണം അന്തിമ യുദ്ധത്തിന് വേണ്ടി പട്ടാളക്കാരെ കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കേണ്ടതിന് ഒരു വലിയ ഹൈവേ തയ്യാറാകും എന്ന് ബൈബിൾ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ആ ദിവസങ്ങളിലേക്ക് വന്നു. നമ്മുടെ പടിക്കേക്കൂടെ പോകുന്ന ആ റോഡും അതിൻ്റെ തന്നെ ഭാഗമാണ് AHൻ്റെ ഏഷ്യൻ
ഹൈവേയുടെ ഭാഗമാണ്. ലൂക്കോസ് 21:20 യേശു പറയുന്ന പദമാണ്, സൈന്യങ്ങൾ യെരുശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ അതിൻ്റെ ശൂന്യകാലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുക. വി ആർ ഗോയിങ് അപ്പ്. ഫർദർ നമ്മൾ പോകുക. സക്രിയ പ്രവചനം 14-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ സകല ജാതികളെയും യെരുശലേമിന് വിരോധമായി യെരുശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിൻ്റെ പാതി പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യും. ഇത് ഇസ്രയേലിനും നന്നായി അറിയാം. ഇതിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കാൻ നിങ്ങൾക്കൊരാലയം പണിയുവാൻ അവസരമുണ്ടാക്കി തരാം. അറബ് രാജ്യങ്ങളുമായി ഞങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അന്ത്യ ലോക ഭരണാധികാരി രംഗപ്രവേശനം ചെയ്യുന്നത്. അത് ഇസ്രയേൽ സമ്മതിക്കുകയും അതിന് കീഴടങ്ങുകയും ചെയ്യും. അങ്ങനെ ദേവാലയം പണിയുവാൻ ഒരു സമ്മതമാകും. അവൻ പലരോടും നിയമത്തെ കഠിനമാക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയിലും എടുത്തു പറഞ്ഞ സംഭവത്തിൻ്റെ മുന്നോടിയാണ് ഈ 23-ഉം 24-ഉം നടക്കാൻ പോകുന്നത്. സെപ്റ്റംബറിൻ്റെ ഗൗരവം മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഈ 23-ഉം 24-ഉം 2 ആഴ്ച കഴിയുമ്പോൾ ഇതിൻ്റെ മുന്നോടിയാണ് നടക്കാൻ പോകുന്നത്. എ ബെറ്റർ വേൾഡ്. ഇവിടെ അവർക്ക് ഒരു ദേവാലയം പണിയണം, അതിന് സ്ഥാനം കൊടുത്തേ മതിയാകും. പല ഓപ്ഷനുകൾ, ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും നടക്കുന്നുണ്ട് ഒരു വശത്ത്. പക്ഷേ ഇസ്രയേലിലെ എക്സ്ട്രീമിസ്റ്റ് ഇതിനകത്തൊന്നിനകത്തും അവർ കീഴടങ്ങുന്നില്ല. അവർക്ക് ആലയം അതിൻ്റെ ഒറിജിനൽ സ്ഥാനത്ത് പണിതേ മതിയാകൂ. അതിനുവേണ്ടിയാണ് അവർ നിൽക്കുന്നത്. അടുത്ത ഒരു പ്രവചനം, സക്കരിയ പ്രവചനം 14-4-5 വാക്യങ്ങളിൽ യേശുവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് പറയുകയാണ്. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും മാറിപ്പോകും. ചില വർഷങ്ങൾക്ക് പുറകിൽ ഹോളിഡേ ഇൻ എന്ന ഹോട്ടൽ കമ്പനി ഒലിവുമലയുടെ മുകളിൽ ഒരു ഹോട്ടൽ പണിയുവാൻ തീരുമാനിച്ചു. അന്ന് ഭൂശാസ്ത്രജ്ഞന്മാർ ആ ഒലിവുമല ചെക്ക് ചെയ്യുകയും ഒലിവുമലയുടെ അടിയിൽ ഒരു പൊട്ടലിൻ്റെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഹോട്ടൽ പണിതാൽ മിനിമം 100 വർഷം അവിടെ കാണണം. അത് കണക്ക് കൂട്ടി മാത്രമേ ഒരു സ്പോട്ട് എടുക്കത്തുള്ളൂ. 100 വർഷത്തേക്ക് ഒലിവുമല കാണുകയില്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു. 2025 ഒലിവുമലയുടെ അടിയിലുള്ള പൊട്ടൽ ഗംഭീരമായിരിക്കുന്നു എന്നും നാച്ചുറൽ കണ്ടീഷനിലാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറായിട്ടാണ് ഈ പൊട്ടൽ പോകേണ്ടത്. പക്ഷേ ഇത് പോകുന്നത് തെക്ക് വടക്കായിട്ടാണ് എന്നും തിരിച്ചായിരിക്കാം. ഒരു പാതി പടിഞ്ഞാറും കിഴക്കുമായി പിളർന്നു പോകും. തിരിച്ചായിരുന്നു നാച്ചുറൽ ഇത്. പക്ഷെങ്കിൽ ഇന്ന് വന്നപ്പോൾ സംഗതികളാകെ മാറി. ഈ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ചെക്ക് ചെയ്തു, എന്തെങ്കിലും ആമൻമെൻ്റ് ഉണ്ടോ? ഒന്നുമില്ല. ആ പൊട്ടൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ശിഷ്യന്മാർ ആകാശത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നവരായ 2 ദൂതന്മാർ പറഞ്ഞത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്ന ഈ യേശുവിനെ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ തിരിച്ചു വരുന്നത് കാണും. ഈ ഒലിവുമലയിൽ നിന്ന് മുകളിലോട്ട് പോകുന്ന നിങ്ങൾ കണ്ടെങ്കിൽ ആ ഒലിവുമലയിൽ തിരിച്ചു വരും. അന്നാളിൽ അവൻ്റെ പാദം ഒലിവുമലയിൽ വയ്ക്കും. ആ മടങ്ങി വരവിൽ ഒലിവുമല 2ആയി പിളരും. ഒരു വലിയ താഴ്വര ഉളവായി വരും. അത് മറ്റൊരു സൂചന തരുന്നുണ്ട്. ഇസ്രയേലിന് അന്ത്യകാലമാകുമ്പോൾ വാങ്ങാനും വിൽക്കാനും ഒക്കത്തില്ല. 666 എന്ന സംഖ്യ ഏറ്റുവാങ്ങാത്ത ഒരുവന്, അത് എതിർ ക്രിസ്തുവിൻ്റെ സംഖ്യയാണ്. അത് ഏറ്റുവാങ്ങാത്ത ഒരുവന് വാങ്ങാനും വിൽക്കാനും കഴിയാതെ വരും. ഇതൊരു സിമ്പിൾ ലോങ് പ്രഡിക്ഷനാണ്. ഒരു ഉപദേശത്തിൻ്റെ ഭാഗം പോലുമല്ല. അതേസമയം ചിന്തിക്കുന്നവർക്കൊന്ന് ഇളകി ചിന്തിക്കുവാൻ റിസർച്ച് നടത്തുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സൈഡിൽ റിസർച്ച് നടത്തുവാനും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അന്ന് വാങ്ങാനും വിൽക്കാനും ഒക്കുന്നില്ല. എന്നായിരിക്കും ആ മുദ്ര വരുന്നത്? ലോകം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു 2030 മുന്നേ നമ്മുടെ മൊബൈൽ ഫോൺസ് തീർന്നു പോകും. അത് കാണത്തില്ല. 2030 മുന്നമേ ഒരു ടാറ്റു എല്ലാവർക്കും കൊടുക്കും. ദൈവം സൃഷ്ടിച്ച ശരീരത്തിൽ നിന്നും പ്യൂരിറ്റി നഷ്ടപ്പെടുത്തി പലരെ കൊണ്ടും ആ ശരീരത്തെ വൃത്തികേടാക്കുമാറ് പലതും ധരിപ്പിക്കുവാൻ കാരണമായത് ഈ ഒരു അന്തിമ ടാറ്റുവിന് വേണ്ടിയുള്ള വഴിയൊരുക്കായിരുന്നില്ലേ? ടാറ്റു എന്ന് പറഞ്ഞാൽ വെറും ടാറ്റു വരയ്ക്കുകയല്ല, അതിനകത്ത് എന്തെങ്കിലും സ്റ്റഫുണ്ട്. അത് 2030 മുമ്പേ വന്നിരിക്കുമെന്നും അതോടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ സംവിധാനങ്ങൾ മുഴുവൻ മാറുമെന്നും അതോടുകൂടെ 666 മനുഷ്യൻ്റെ ശരീരത്താകുമെന്നും ലോകശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു.
പറഞ്ഞിരുന്നു. കഴിയുമെങ്കിൽ വരുന്ന ആഴ്ച ആ ശാസ്ത്രജ്ഞന്മാരുടെ പേരും അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും കൂടെ കോപ്പി എടുത്തിവിടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എടുത്തു, പക്ഷെങ്കിൽ ഇന്ന് സമയക്കുറവ് കൊണ്ട് ഞാൻ ആ പേജിലേക്ക് പോയിട്ടില്ല, എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും നമ്മൾ അടുത്തു കഴിഞ്ഞു. അന്ന് വാങ്ങാനും വിൽക്കാനും കഴിയാതെ വരുമ്പോൾ, വാങ്ങാനും വിൽക്കാനും കൊടുക്കുവാനും കഴിയാതെ വരുമ്പോൾ മെഡിറ്ററേനിയൻ സമുദ്രത്തെയും ചാവുകടലുടെയും കൂടെ യോജിപ്പിക്കുന്ന ഒരു വലിയ താഴ്വര ഉളവായി വരികയും ആ താഴ്വരയിൽ ബൈബിൾ പറയുന്നത് മീൻപിടുത്തക്കാർ നിന്ന് വല വീശുന്നത് കണ്ടു. ഒന്നും വാങ്ങാനും എടുക്കാനും ഒക്കാതെ വരുമ്പോൾ മീൻ പിടിച്ചെങ്കിലും ഉപജീവനം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് വല വീശും. ആ താഴ്വരയിലേക്ക് ഇസ്രായേൽ ഓടിപ്പോകുകയും അവിടെ നിന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു ഗറില്ല യുദ്ധത്തിന് അവർ തയ്യാറാകുകയും ആ ഗറില്ല യുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ സഹായം അവരോടുകൂടെ ഇരിക്കുകയും അതോടുകൂടെ ഭൂകമ്പങ്ങൾ മുതൽ ദൈവിക ഉപകരണങ്ങളെ, ആയുധങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതിനാൽ ആ ജനം വിജയിക്കുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വക്കത്തെത്തി നമ്മൾ നിൽക്കുന്നത് ഒരു പ്രധാന കാലഘട്ടമാണ്. സഖരിയ പ്രവചനം 14:4-5 വാക്യങ്ങളാണത്. എന്നാൽ മലകളുടെ താഴ്വരയിൽ ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എൻ്റെ മലകളുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. മേ ബി ഫോർ എ ഗറില്ല വാർ. അവരവിടെയും ഓടിപ്പോകും. ഇനിയും ഇസ്രായേൽ ജനം ആലയം പണിക്കുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി. ഞാൻ ഒരൊറ്റ ഓട്ടം അങ്ങ് ഓടിച്ചു പോകേ ഉള്ളൂ. ഇത് ഓരോന്നോരോന്നും നിൽക്കത്തില്ല, കാര്യം വിശദീകരിക്കേണ്ട കാര്യവും നമുക്കില്ല. ഒരു ആവറേജ് ഇൻഫർമേഷൻ കിട്ടിയാൽ മതി. ഇസ്രായേൽ അവരുടെ ആലയം പണിക്കുള്ള സകലതും ചെയ്ത് കഴിഞ്ഞുവെന്ന് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓപ്പണായി പ്രസ്താവിച്ചു. ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആലയം പണിക്ക് വേണ്ടി ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞത് ഓഗസ്റ്റ് മാസം 25-ാം തീയതി കാഹളം ധ്വനിപ്പിക്കുകയും ചുവന്ന പശുക്കിടാവിനെ യാഗം കഴിക്കുകയും ചുവന്ന പശുക്കിടാവിൻ്റെ ചാരം അത് പുതിയ ആലയത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും. അതവർ സൂക്ഷിച്ചു എന്നവർ പറയുന്നു. ആലയം ശലോമോൻ്റെ ദേവാലയം ഇതായിരുന്നു. ഇത് BC 957. അതിനുശേഷം രണ്ടാമത്തെ ടെമ്പിൾ പണിതത് സൈറസ് ആണ്, കോരേശ് രാജാവാണ്. അത് BC 516 ഇത് ഹേരോദ രാജാവ് ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് ഇസ്രായേലിന് കൊടുത്തു. ആ ആലയവും നശിക്കപ്പെട്ടു. ഇത് കല്ലിൻ്റെ മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് യേശു ഒരു വശത്ത് പറഞ്ഞു. യേശുവിനെ ക്രൂശിക്കുന്ന സമയം അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ എന്ന് ഇസ്രായേൽ ആർത്തുപാടി. അങ്ങനെ അവരുടെ ദേവാലയം ഉൾപ്പെടെ രണ്ടാം ദേവാലയം പൊളിച്ചതോടുകൂടെ അവർക്ക് ദേവാലയം ഇല്ലാതെയായി. നീണ്ട വർഷങ്ങളായി, സഹസ്രാബ്ദങ്ങളായി അവർക്കിന്ന് ദേവാലയമില്ല. എന്നാൽ മൂന്നാമത്തെ ടെമ്പിൾ പണിയുവാനുള്ള ഡ്രോയിങ് പണ്ടേ തയ്യാറാണ്. ഇതാണ് മൂന്നാമത്തെ ടെമ്പിളിൻ്റെ ഔദ്യോഗിക ഡ്രോയിങ്. ഇത് പണ്ടേ തയ്യാറാണ്. The Temple Institute announces the anointing oil, vessels and most required items are already restored. ആലയം പണിത് കഴിഞ്ഞാൽ അതിനകത്ത് വെക്കുവാനുള്ളതായ അനോയിൻറ്റിങ് ഓയിൽ മുതൽ ഇന്ന് തുടത്തുപോലുമില്ല. അനോയിൻറ്റിങ് ഓയിലിനെ കുറിച്ച് കിടക്കുന്നു. ചാവുകിട ലിഖിതത്തിനകത്തുനിന്ന് ഒരു പ്രധാന ഇൻഫർമേഷൻ കിടപ്പുണ്ട്. ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. അനോയിൻറ്റിങ് ഓയിൽ ഉൾപ്പെടെ അതിലേക്ക് ആവശ്യമുള്ളതായ പാത്രങ്ങൾ, അതിലേക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ മുഴുവനും തയ്യാറായി കഴിഞ്ഞു എന്ന് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അനൗൺസ് ചെയ്തു. അവർ പറയുന്നത് ആ സ്ഥലത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഇനിയും ഇസ്രായേൽ ഗവൺമെൻറ് ഞങ്ങൾക്ക് മനഃപൂർവ്വം തരുന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചെടുക്കാൻ മടിക്കത്തില്ല. പക്ഷേ അത് ലോകമഹായുദ്ധമാണ്. അത് വരാതിരിക്കേണ്ടതിന് ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാണ് നമ്മുടെ സെപ്റ്റംബർ 23-24 വീണ്ടും UNO ഒരുമിച്ച് കൂടാൻ പോകുന്നത്. ഞാനിത് അസന്നിഗ്ധമായി പറയുക. അവരിങ്ങനെയൊന്നും എഴുതിയിട്ടില്ല. അവരെഴുതിയിരിക്കുന്നത് ഒരു ബെറ്റർ വേൾഡ് ഉണ്ടാക്കുവാൻ, ഒരു സമാധാന നിയമം ഉണ്ടാക്കാൻ മാത്രം. ബാക്കി വേദപുസ്തകത്തോട് ചേർത്ത് വ്യാഖ്യാനിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അവരുണ്ടാക്കിയിരിക്കുന്ന മഹാപുരോഹിതൻ്റെ വസ്ത്രം മുതൽ, ഞാനിത് ഓടിക്കാൻ പോകാണ്, നിൽക്കത്തില്ല. അതിൻ്റെ ബ്രസ്റ്റ് പ്ലേറ്റുകൾ, അതിനാവശ്യമുള്ള സകലതും അവർ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഞാനിത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് അവരെന്തൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എന്നത് ഓടിച്ചോടിച്ച് പോവുക. ഞാൻ ഇത് നിയമപ്പെട്ടകവും കൃപാസനവുമാണ്. ഇത് ആസിറ്റീസ് കണ്ടുകിട്ടി. ഒരിക്കൽ റോൺ വയത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് വരികയും അതങ്ങനൊന്നും അല്ല എന്ന് പിന്നെ പറയുകയും
പക്ഷേ ഈ അടുത്ത കാലങ്ങളിലായി ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൺഫേം ചെയ്യുകയും അതങ്ങനെ തന്നെ ആയിരുന്നു, അത് കണ്ടെടുത്തു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. റോൺ വയറ്റ് കൊണ്ടുവന്ന കണ്ടുപിടുത്തങ്ങളായിരുന്നു. അങ്ങനെ ഈ നിയമപ്പെട്ടകം കൃപാസനം അത് തന്നെ പഴയ പീസ് തന്നെ കണ്ടെടുത്തു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അന്നൊരിക്കൽ പറഞ്ഞതാണ്, ഒരു മലയാളി വർഗീസുണ്ട്, എം എ അല്ല, വേറെ ഏതോ ഒരു വർഗീസ്, തിരുവനന്തപുരംകാരനായിരുന്നു. അദ്ദേഹം ഇന്ന് തിരുവനന്തപുരത്തില്ല, ലോകത്തിൽ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹവും ഈ എക്സ്പെരിമെൻസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആദ്യമായി ഇതിനെക്കുറിച്ചുള്ള വിവരം വെബ്സൈറ്റിൽ കൊടുത്തത്. മുന്നോട്ട് പോകട്ടെ, പാത്രങ്ങൾ ഏതൊക്കെ ഉണ്ടാക്കിയെന്ന്. പിന്നെ ഇത് എളുപ്പം കാണിച്ചങ്ങ് പോകാം. ഞാൻ കാണിക്കുന്ന അനുസരിച്ച് ഇതും കൂടെ അങ്ങ് പോകാമെങ്കിൽ നമുക്ക് എളുപ്പം പോകാം. ഇതാണ് തേജസ്സിൻ്റെ കെരൂബുകളുടെ രൂപം ഉണ്ടാക്കി വെച്ചിരുന്നത്. കെരൂബുകളുടെ രൂപത്തെ പല രൂപങ്ങളിൽ ആളുകൾ കാണിക്കാറുണ്ടെങ്കിലും ഇസ്രയേൽ പണിതിരുന്നത് ഇതായിരുന്നു. പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ഒക്കെയും തന്നെ ഉണ്ടാക്കണമെന്ന് മോശയോട് പറയുകയും മാത്രമല്ല, ദൈവം പ്രത്യേകം ജ്ഞാനാത്മാവിനാൽ അഭിഷേകം ചെയ്ത ആളുകൾ മാത്രമാണത് നിർമ്മിക്കുക എന്ന് പറയുകയും ഇതിൻ്റെ രൂപം ഇതായിരുന്നുവെന്ന് അക്ഷരീയമായി കാണുകയും ചെയ്തതിനാൽ ഇതര രൂപങ്ങൾ അംഗീകൃതമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചു വിടട്ടെ. അനേക പാത്രങ്ങൾ അവർക്ക് ആവശ്യമുള്ളതുകൊണ്ട് അത് ഉണ്ടാക്കിയിരുന്നു. ഈ പാത്രങ്ങൾ ഇവിടെ നമുക്ക് ജമ്പ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു ഒത്തിരി എണ്ണം കാണുന്നില്ല. കീപ് ജമ്പിങ് എത്ര ഒക്കത്തുള്ളൂ. ഞാൻ പോകുന്ന പോലെ അങ്ങ് പോകാമെങ്കിൽ നല്ലതാണ്. ഓക്കെ, ഞാനിത് എളുപ്പം പോകുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഭാഗത്തുനിന്ന് മാറാനാണ്. ആലയത്തിന് ആവശ്യമുള്ളതെല്ലാം തന്നെ അവരുണ്ടാക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഞാൻ ഇനി അങ്ങ് പോവുകയാണ്. കണ്ടാലും കണ്ടില്ലെങ്കിലും ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഞാനിതിങ്ങനെ ചാടി പോവുക. ഓക്കെ, ഇങ്ങനെ ആ ആലയത്തിനുള്ളത് സകലതും കംപ്ലീറ്റ് ചെയ്തു. സെപ്റ്റംബറിൻ്റെ പ്രത്യേകതകളിൽ കഴിഞ്ഞ് തൊടുക. സെപ്റ്റംബറിലേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. ഏറ്റവും അവസാനമായി ഇത് തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി യഹൂദന്മാരുടെ പുരോഹിതന്മാരെ അഭ്യസിപ്പിക്കേണ്ടതിനായി ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും ബൈബിൾ സ്കൂളുകൾ സ്ഥാപിക്കുന്നത് പോലെ യഹൂദ പുരോഹിതന്മാരെ പഠിപ്പിക്കേണ്ടതിനായി ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ വേദപഠന അധ്യാപന കോളേജുകൾ ആരംഭിച്ചു. അതിനകത്തുനിന്ന് പുരോഹിതന്മാരെ പുറത്തെടുക്കുക. അവരെടുക്കുന്ന പുരോഹിതന്മാരുടെ പ്രത്യേകത 60 വയസ്സിൽ വരെ പ്രായമുള്ളവരെ മാത്രമേ എടുക്കുന്നുള്ളൂ. കാര്യം കൊച്ചു പിള്ളേരെ പിടിച്ച് ആക്കിയ ശേഷം നാളെ പാകപ്പിഴ വന്നെന്നും അവരുടെ ജീവിതം പെശകിയെന്നും പറയാതിരിക്കുവാൻ, ഏറെക്കുറെ ജീവിതത്തിൽ സ്റ്റഡിയായി എന്ന് ലോകത്തിന് വിളിച്ചു പറയുവാൻ കഴിവുള്ള, അതേസമയം 80 വയസ്സുകാരനെ എന്നെപ്പോലെ തപ്പാതെ 60 മുതൽ 70 വരെ പ്രായമുള്ള ആളുകളെ പുരോഹിതന്മാരാക്കി എടുക്കുക എന്ന സിസ്റ്റത്തിലേക്ക് അവർ വന്നു. അങ്ങനെയുള്ളവരാണ് ട്രെയിനിങ് കഴിഞ്ഞ് ഇറങ്ങിയത്. ഡസൻസ് ആൻഡ് ഡസൻസ് ഓൾറെഡി ട്രെയിനിങ് ഇറങ്ങിക്കഴിഞ്ഞു. ഇതെല്ലാം കൂടെ എന്തിനു വേണ്ടിയാണ്? ഒരഭിഷക്തൻ ആലയത്തിൽ ശുശ്രൂഷിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ യേശു ദേവാലയത്തിൽ നിന്നുകൊണ്ട് എൻ്റെ മേൽ ആ അഭിഷേകമുണ്ട് എന്ന് വിളിച്ചു പറയുകയും അവിടുന്ന് ജനം രണ്ടായി തിരിഞ്ഞ് അവനെ കൊല്ലണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗവും ഇത് അഭിഷക്ത വാക്കാണെന്ന് പറഞ്ഞ് മറുവിഭാഗവും യേശുവിനെ അംഗീകരിക്കുകയും ചെയ്തല്ലോ. ആ യേശു മടങ്ങി വരും. എന്തിന്? ഈ പണിയപ്പെടുന്ന ദേവാലയത്തിനകത്ത് നിന്ന് പ്രധാന ശുശ്രൂഷകനായിരിക്കുവാൻ. അന്ന് ആരാധനയ്ക്ക് നിങ്ങളും ഞാനും കാണത്തില്ല. കാര്യം ഇത് പുതിയ നിയമസഭയാ, മറ്റേത് പഴയ നിയമസഭയ്ക്ക് വേണ്ടിയാണ്. നമുക്കവൻ വെളിപ്പെടുന്നത് മണവാളനായിട്ടാണ്, അവർക്ക് വെളിപ്പെടുന്നത് പുരോഹിതനായിട്ടാണ്. എൻ്റെ മണവാളനായിരിക്കും അവരുടെ പുരോഹിതൻ. ആ സാഹചര്യത്തിലേക്ക് നമ്മെ മാറ്റുവാൻ ദൈവത്തിന് തിരിഹിതമാകയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. റെഡ് ഹോഫർ, ചുവന്ന പശുവിനെ അവിടുന്നും ഇവിടുന്നും കാണാം. ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് യെരുശലേമിലല്ല. ഇതിനെ വളർത്തിക്കൊണ്ടുവന്നത് അമേരിക്കയിലെ ടെക്സസിൽ നിന്നാണ്. ടെക്സസിൽ പലതിനെ വളർത്തി അതിൽ ഒരെണ്ണത്തെയാണ് അവസാനം അപ്രൂവ് ചെയ്യുകയും കൊണ്ടുവരികയും ചെയ്തത്. ഇതിനെ ഞാൻ അതിൽ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇത് കൊണ്ടുപോയി. ഹിയർ വി വർക്ക് ഓൺ ദ ഹോളി ടെമ്പിൾ. ഇസ്രയേൽ, പഴയ നിയമ യെരുശലേം, പഴയ നിയമ ഇസ്രയേൽ, അവരുടെ ഹോളി ടെമ്പിളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ദൈവവും ദൈവസഭയും പുതിയ നിയമസഭയെക്കുറിച്ച്, ഒരു സഭയെക്കുറിച്ച് ആലോചിക്കുക. യു ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഈച്ച് വൺ ഓഫ് യു ആർ ബട്ട് എ ടെമ്പിൾ ഓഫ് ഗാഡ്. നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വലിയ ആലയമായി. ഞാൻ ഒരു വലിയ ആശയത്തിലേക്ക് വരികയാണ്. ദയവായി 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 ഇത് ശ്രദ്ധ വെച്ച് കേൾക്കണം. എനി കൺവേർഷൻ വിതൗട്ട് അലൈനിങ് ഈസ് ഇൻവേർഷൻ.
ദൈവസഭയുടെ ഭാഗമായി ഞാൻ ചേരുന്നുവെന്ന് പറയുകയും ദൈവസഭയുടെ കോർ മൂല്യത്തിൽ നിന്ന് അല്പമെങ്കിലും വ്യതിയാനം വരുത്തുകയും ചെയ്താൽ അത് കൽപ്പന ലംഘനമാണ്, ശിക്ഷാർഹമാണ്. ഞാനൊരു ദൈവപൈതലാണെന്ന് ഒരുവൻ പറഞ്ഞാൽ അലൈൻ ചെയ്തേ പറ്റൂ. ആലയത്തോട് അലൈൻ ചെയ്യാത്തത് ഇറ്റ്സ് ഇൻവേർഷൻ, അതിന് ശിക്ഷയുണ്ടാകും. നമ്മളെല്ലാവരും കൂടെ ചേർന്നത് ഒരു ദൈവാലയമാണ്. വേറൊരു ഭാഷയിൽ അനേകം ദൈവമക്കളെ ഒരുമിച്ച് ചേർത്ത്, തീർന്നില്ല, ഞാനിങ്ങനെ താഴോട്ട് ഇറങ്ങാൻ പോവാം. അനേകം ദൈവമക്കളെ ഒരുമിച്ച് ചേർത്ത് ഒരൊറ്റ ശരീരമാക്കുമ്പോൾ ഒരിടത്ത് പോലും മുഴച്ചിരിക്കാൻ ഒക്കത്തില്ല എന്നത് മറക്കരുത്. ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അരിമ്പാറ എന്ന് പറയുന്നൊരു കൊച്ചു സാധനമുണ്ട്. അരിമ്പാറ, ഒരു അരിമ്പാറ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് എൻ്റെ കൈയുടെ ജനറൽ സ്റ്റാറ്റസിൽ നിന്ന് ഒരല്പം ഉയർന്നിരുന്നാൽ അത് ആ ശരീരത്തിന് അഭംഗിയാണ്. ആ ശരീരം അത് അംഗീകരിക്കത്തില്ല. നിങ്ങൾക്ക് പഴയ നിയമത്തിലെ കുഷ്ഠരോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു വീടിൻ്റെ ഒരു കല്ലിന് കുഷ്ഠം വന്നാൽ അത് സാധാരണ ലെവലിൽ നിന്ന് അല്പം കുഴിഞ്ഞിരിക്കുകയോ അല്പം ഉന്തി നിൽക്കുകയോ ചെയ്താൽ ആ കല്ലിനെ പറിച്ചെടുത്ത് ആലയത്തിൻ്റെ വെളിയിൽ കൊണ്ട് കളഞ്ഞേച്ച് റീപ്ലേസ് ചെയ്യണം. യു നീഡ് ടു ബി അലൈൻഡ്. ഇതൊരു ശക്തിയേറിയ ആശയമാണ്. ആരുടെയും പ്രൈവറ്റ് കാര്യങ്ങളിൽ സഭ ഇടപെടണ്ട, ഇടപെടത്തില്ല. അവനവൻ്റെ കാര്യം അവനവൻ നോക്കും, പൊതുക്കാര്യങ്ങൾ നോക്കും. മോനെ, പക്ഷെ പറിച്ചെടുക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവസഭയിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പറിച്ചെടുക്കും, അത് മറക്കരുത്. യു നീഡ് ടു ബി അലൈൻഡ്. അതാണ് സഭകളുടെ പ്രത്യേകത. ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് ഞാനും പരിശ്രമിക്കുക. ഞാൻ വീണ്ടും ആവർത്തിക്കാം, സെപ്റ്റംബറിൽ യേശു വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ സെപ്റ്റംബറിലും ഒരുങ്ങിയിരിക്കണം. നാം ഒരുങ്ങേണ്ട സമയം വളരെ ഗൗരവമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ദൈവത്തിൻ്റെ മൂന്നാം നാളെന്ന ആശയത്തിലേക്ക് അതിവേഗത്തിൽ പോകുകയാണ്. അതിവേഗത്തിൽ ഒരു 10 മിനിറ്റൂടെ ഞാൻ പോകും. ദൈവത്തിൻ്റെ മൂന്നാം നാൾ 1000 വർഷം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയാണെന്ന് 90-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, 4-ാമത്തെ വാക്യം. 1000 സംവത്സരം എന്നൊരു ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. 1000 വർഷം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ ഒരു ദിവസത്തിന് തുല്യമാണ് എന്ന ആശയം കാണാം. ഇത് പഴയ നിയമം കൊണ്ട് തീർന്നില്ല. പുതിയ നിയമത്തിൽ പത്രോസ് അപ്പോസ്തലൻ, ഇവിടുത്തെ പ്രധാന അപ്പോസ്തലന്മാരിൽ ഒരാളാണ് പത്രോസ്. പത്രോസ് അപ്പോസ്തലൻ ഇത് ആവർത്തിച്ചു പറഞ്ഞു 2 പത്രോസ് 3:8. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിനൊരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. മനുഷ്യൻ്റെ 1000 സംവത്സരം ദൈവത്തിൻ്റെ ഒരു ദിവസമായി കണക്ക് കൂട്ടണം. ആ ചില കണക്കിൽ ആ കണക്ക് മറക്കരുത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മൂന്നാം നാളെന്ന പേരിൽ ഞങ്ങളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അതിനകത്തെ കോർ ഇൻഫർമേഷന് ചിലതായി എടുക്കുന്നത്. ആ പുസ്തകം നമ്മുടെ സ്റ്റോക്കില്ല, ഔട്ട് ഓഫ് പ്രിൻ്റാണ്. കഴിയുമെങ്കിൽ ഓൺലൈനിൽ അത് കൊണ്ടുവരത്തക്കവണ്ണം നമ്മുടെ സഹോദരന്മാരിൽ ചിലർ ശ്രമിക്കും. പുസ്തകത്തിൻ്റെ ഒരു കോപ്പി ഞാൻ എവിടുന്നോ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് പിന്നെ ടൈപ്പ് ചെയ്ത് ഒക്കെ ആക്കി എടുത്തിട്ട് ഓൺലൈനിൽ വരണം. അതിന് ശ്രമിക്കും എന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ യേശു അവരോട് പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ. യഹൂദന്മാരോട് പറയുന്നതാണിത്. ഈ മന്ദിരം പൊളിപ്പീൻ. ശത്രുക്കളോട് പറയുന്നത്. യഹൂദന്മാരെന്ന് പറഞ്ഞാൽ സത്യത്തിൽ മിത്രങ്ങളായിരിക്കേണ്ടതാ. അവൻ വന്നത് സ്വന്തത്തിലേക്കാണ്, പക്ഷെ സ്വന്തമായവർ അവൻ്റെ ശത്രുക്കളായി മാറി. ആ ശത്രുക്കളായി മാറിയ യഹൂദനോട് യേശു പറയുന്നതാണ്, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും എന്നുത്തരം പറഞ്ഞു. യഹൂദന്മാർ തെറ്റിദ്ധരിച്ചത് അവരുടെ ആലയത്തെക്കുറിച്ച് പറഞ്ഞു എന്നാണ്. ഹേരോദാവ് നന്നാക്കിയ ആലയത്തിൻ്റെ പടം നമ്മൾ കണ്ടു, അതിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നോർത്തു. അല്ല, യേശു പറഞ്ഞത് തൻ്റെ മന്ദിരത്തെ, തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ്. പക്ഷെ മറക്കരുത്, ഞാൻ ഒന്നുകൂടെ പറയാം. യേശു പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ചാണ്. യഹൂദൻ തെറ്റിദ്ധരിച്ചത് അവരുടെ സഭാ കെട്ടിടത്തെക്കുറിച്ചാണെന്നാണ്. അല്ല, ശിഷ്യന്മാർ പിന്നത്തേതിൽ മനസ്സിലാക്കി യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്.
പക്ഷേ ഇന്ന് നമുക്ക് അല്പം കൂടെ കൂടുതൽ മനസ്സിലാകും. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളും ഇവിടെ നിൽക്കുന്ന ഞാനും ആഗോള വ്യാപകമായി യേശുവിൻ്റെ പ്രമാണത്തിൽ അലൈൻ ചെയ്ത് ചേർന്നിരിക്കുന്ന ദൈവമക്കളും കൂടെ ചേരുന്നതാണ് ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭ. ഈ സഭയെക്കുറിച്ചാണ് യേശു സത്യത്തിൽ ശത്രുക്കളോട് പറഞ്ഞത്, പൊളിക്ക്. കണ്ട സോഷ്യൽ മീഡിയക്കാരനെല്ലാം പൊളിക്കും, കണ്ടവനെല്ലാം പൊളിക്കും, കണ്ട സകല ശത്രുക്കളും പൊളിക്കും. ക്രിസ്ത്യാനിയെ പിടിച്ചു കെട്ടും, ക്രിസ്ത്യാനിയെ തല്ലും, ക്രിസ്ത്യാനിയുടെ പള്ളി ബുൾഡൗസർ കൊണ്ട് എടുത്തു കളയും, ക്രിസ്ത്യാനിയുടെ സകലതും ഇല്ലാതെയാക്കും, അപമാനിക്കും, അപവാദം പറയും. ഇതെല്ലാം കൂടെ ചെയ്യ നിന്റെ തന്നിരിക്കുക. പക്ഷേ 3 നാളിനകം ഞാൻ തിരിച്ചു പണി, 3 നാളിനകം ഞാൻ തിരിച്ചു പണിയും. അങ്ങനെയാണെങ്കിൽ ഒരു 3 നാളിൻ്റെ സംഭവം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ യേശു ആളുകളോട് പറഞ്ഞൊരു പദമാണ്. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയ കുറുക്കനോട് ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. ഒരു ദിവസം യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒന്ന് പേടിപ്പിച്ചു വിടാം എന്നുള്ള ചിന്തയിൽ പറഞ്ഞു, ഹേരോദാവ് നിന്നെ കൊല്ലാൻ ഭാവിക്കുന്നുണ്ട്, സ്ഥലം വിട്ടോളാൻ. സത്യത്തിൽ വേദപുസ്തകം വായിച്ചു വരുമ്പോൾ ഹേരോദാവിൻ്റെ അന്നത്തെ ചിന്ത യേശുവിനെ ഒന്ന് അടുത്ത് കണ്ട് കൈക്കൂലി കിട്ടുമെന്ന് നോക്കണം. നമ്പർ 1, അടുത്ത് വന്ന് കൈക്കൂലി കിട്ടുമെന്ന് നോക്കണം. 2, എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്ത് കാണുമോ നോക്കണം. ഇത് രണ്ടും ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പദങ്ങൾ പറഞ്ഞത്. അത്ഭുതങ്ങൾ ചെയ്തുമോ എന്ന് നോക്കണം. ഇതായിരുന്നു ഹേരോദാവിൻ്റെ ചിന്ത. പക്ഷേ ഹേരോദാവിൻ്റെ പേരിൽ യേശുവിനെ ഭയപ്പെടുത്തുവാൻ വന്ന യഹൂദന്മാർ യേശുവിനോട് പറഞ്ഞു, ഹേരോദാവ് നിന്നെ കൊല്ലാൻ പിടിക്കും, അതുകൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. യേശു തിരിച്ചു പറഞ്ഞൊരു പദമാണ്, നിങ്ങൾ പോയ കുറുക്കനോട് പറ. അത് ഒരു താണസ്വരമായതുകൊണ്ട് ഞാനത് യേശുവിന് ഉപയോഗിക്കാം. പക്ഷേ ഞാൻ അവിടുന്ന് മാറുക. നിങ്ങൾ പോയി അവനോട് പറ, ഞാൻ ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും, 3-ാം നാളിലെ ഞാൻ നിർത്തത്തുള്ളൂ. ഇത് സഭയെക്കുറിച്ച് പറയുന്ന പദമാണ് എന്ന് മറക്കരുത്. ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തുകയും 3-ാം നാളിൽ സമാപിക്കുകയും ചെയ്യും. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അവരെ അയക്കുന്നത് കൊണ്ട് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തതിനാൽ യേശുവാണ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത്, സഭയിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് മറക്കരുത്. 1ഉം 2ഉം ദിവസങ്ങളിൽ അത് ചെയ്യുകയും 3-ാമത്തെ ദിവസം സമാപിക്കുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞു. ഇംഗ്ലീഷിൽ ആ പദം കൊടുത്തിരിക്കുന്നത് ദ 3rd day I shall be perfected. ഞാൻ സമാപിക്കുമെന്നുള്ള പദത്തിന് കിങ് ജെയിംസ് വെർഷൻ ബൈബിളിൽ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഐ വിൽ ബി പെർഫെക്റ്റഡ്. ഇന്നും നാളെയും ഞാൻ ചെറിയ തോതിലൊക്കെ വേല ചെയ്യും, കുറേ രോഗികളെയൊക്കെ സൗഖ്യമാക്കും, കുറേ മരിച്ച ഭൂതങ്ങളെ പുറത്താക്കും. ഇങ്ങനെ ഞാൻ ഇന്നും നാളെയും ചെറിയ തോതിൽ ചെയ്യും. പക്ഷെ വരുന്ന ഒരു 3-ാം നാൾ എൻ്റെ വേലയെ പൂർത്തീകരിക്കുന്ന നാളാണ്. അന്ന് ഞാൻ തികയ്ക്കും. എനിക്ക് അനുരൂപമായി ഞാനൊരു വിഭാഗത്തെ മാറ്റുകയും ഞാനവരെ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു 3-ാം നാൾ, ഡേ ഓഫ് പെർഫെക്ഷൻ, നമ്മൾ അതിലേക്കാണ് വരുന്നത് എന്ന് മറക്കരുത്. ദ 3rd day ഷാൽ ബി പെർഫെക്റ്റഡ്. അത് 3-ാമത്തെ ദിവസം പെർഫെക്ഷൻ്റെ ദിവസമാണ്. ഇഫ് 1000 year ഈസ് കൺസിഡർഡ് ആസ് 1 year, 1000 വർഷത്തെ ഒരു ദിവസമായി എണ്ണുമെങ്കിൽ 2000 വർഷത്തെ 2 ദിവസമായി കണക്കാക്കിക്കൂടെ? ആക്കിയേ പറ്റുള്ളൂ. സിമ്പിൾ മാത്തമാറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ 2000 വർഷം കഴിഞ്ഞ ദൈവസഭ ദൈവത്തിൻ്റെ 3-ാം നാളിലാണ്. എനിക്ക് തോന്നുന്ന ആശയം ഒന്നുകൂടെ പറയാം. 1000 സംവത്സരം ദൈവത്തിന് ഒരു ദിവസം പോലെ. എന്ന് മുതൽ 1000 സംവത്സരം തുടങ്ങുന്നത് പറയാം, എന്നങ്ങോട്ട് ഇരിക്കട്ടെ. 1000 സംവത്സരം ഒരു ദിവസം പോലെയാണെങ്കിൽ 2000 സംവത്സരം 2 ദിവസം പോലെയാണ്. നാം 2000 സംവത്സരത്തെ പിന്നിടാൻ പോകുകയാ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കണക്കിലോട്ട് കയറാം. സഭയുടെ ഉദ്ഘാടനം നടന്നത് AD 32-ലാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ചരിത്രപ്രകാരം AD 32-ലാണ്. പെന്തക്കോസ്ത് നാൾ വന്നത്, സഭ ഉദ്ഘാടനം ചെയ്യുന്നത് ചരിത്രപ്രകാരം AD 32-ലാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് മുതൽ 2000 വർഷം കൂടെ കഴിയണമെങ്കിൽ 2032 എന്നൊരു കണക്ക് കിട്ടും. ഒന്നുകൂടെ പറയാം. AD 32-ലാണ് സഭയുടെ ഉദ്ഘാടനം നടന്നതെങ്കിൽ 2032 ആകുമ്പോൾ സഭയുടെ 2000 വർഷം കഴിയും. ദൈവത്തിൻ്റെ കണക്കിൽ 2 ദിവസം കഴിയും. 2032 ഈ സമയത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് 32-ലാണ് ആരംഭിച്ചതെങ്കിൽ 2000 വർഷം കൂടെ 2032. ഈ 3-ാം ദിവസത്തെക്കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും, 3-ാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും.
നാം അവൻ്റെ മുമ്പാകെ ജീവിക്കും. ഇന്നും ജീവിക്കുന്നത് ദൈവം മുമ്പിലാണെങ്കിലും ദൈവം സ്വർഗത്തിലും നമ്മൾ ഭൂമിയിലുമാണ്. പക്ഷെ ഒന്നിച്ച് ജീവിക്കുന്നൊരു ദിവസം വരും, അത് 3-ാമത്തെ ദിവസമാണ്. നാം അവൻ്റെ മുൻപാകെ ജീവിക്കും. ഈ 2032 ദിവസമെങ്കിൽ വേദപുസ്തകത്തിൻ്റെ വേറൊരു കണക്കനുസരിച്ച് ഒടുവിലത്തെ 7 വർഷങ്ങൾ യഹൂദന് വേണ്ടി വേർതിരിച്ചതാണ്. ഒടുവിലത്തെ 7 വർഷങ്ങൾ യഹൂദന് വേണ്ടി വേർതിരിച്ചതാണ്. അത് മഹോദ്രവത്തിൻ്റെ സമയമാണ്. അത് ലോകമുണ്ടായ കാലം മുതൽ ഉണ്ടായതിലെ ഏറ്റവും വലിയ കഷ്ടമാണ്. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞവനോട് അന്തിമമായി ചോദിക്കുന്ന സമയമാണ്. എങ്കിൽ ആ 7 വർഷം സഭയ്ക്കുള്ളതല്ല, യഹൂദനുള്ളതാണ്. 2032 നിന്ന് ആ 7 കുറച്ചാൽ നമുക്കുള്ള സമയമാണ് 2025. ഈ കണക്ക് കിട്ടുന്നവർക്കായി സ്തോത്രം. 2025 യേശു വരുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഇല്ല ഇല്ല ഇല്ല. ഈ വരത്തില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല. എപ്പോൾ വരുമെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. യേശു വരുന്നത് എന്നാ, വരാത്തതെന്നാ? വരുന്നതിന് തെളിവുണ്ടോ? വരാത്തതിന് തെളിവുണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാം ഒരു വിശ്വാസം മാത്രമാണ്. യേശു വരുമെന്ന് ഉറപ്പ് തെളിവാണ്. അത് ബൈബിളാ തെളിവ്. എന്നാണ് എന്നതിന് തെളിവില്ല. പക്ഷെ സീസൺ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞു. AD 32 സഭ ആരംഭിച്ചെങ്കിൽ 2000 വർഷം കഴിയുന്നത് 2032. അതിൽ ഒടുവിലത്തെ 7 വർഷം യഹൂദന് കൊടുത്തതാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസാന കാലഘട്ടമാണ് 2025. കണക്കിനകത്തൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ ചില്ലറ മിസ്റ്റേക്കുകൾ വരാം. അതുകൊണ്ട് ഡേറ്റ് പറയാൻ ആരെക്കൊണ്ടും ഒക്കത്തില്ല. അല്ലെങ്കിലും ദൈവം അത് തന്നിട്ടില്ല. 4-5 വർഷം വരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസമുണ്ടെന്ന് വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെന്ന് വരാം. ഞാനൊരു കൊച്ചു കാര്യം ഒന്ന് പറയാൻ ഉദ്ദേശിക്കുക. ചൈനയിൽ വളരെ ഗംഭീരമായൊരു ഡാം പണിതു. ഒത്തിരി വർഷങ്ങളായി. ആ ഡാം പണിതതിനെ തുടർന്ന് ആ ഡാമിനകത്ത് വെള്ളം ഒരു ഭാഗത്ത് കൂടിയതിനെ തുടർന്ന് ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു എന്നാരെങ്കിലും കേട്ടിട്ടുണ്ട്? ഇല്ല. എന്നാൽ കുറഞ്ഞു. നിങ്ങൾ കേട്ടാലും കേട്ടില്ലേലും ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു. പക്ഷേ നമുക്കാർക്കെങ്കിലും സമയം മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. കാര്യം ചുമ്മാ മില്ലി സെക്കൻഡ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മില്ലി സെക്കൻഡ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ സ്പീഡ് കുറഞ്ഞു. ചൈനയിലെ ആ ഒരൊറ്റ ഡാം കാരണം അതിനകത്ത് അത്രയും വെള്ളം ഒരുമിച്ച് കൂടിയതിനാൽ സ്പീഡ് കുറഞ്ഞു. പക്ഷേ ബാലൻസ് കുറഞ്ഞു, അതുകൊണ്ട് സ്പീഡ് കുറഞ്ഞു. പക്ഷേ അത് മില്ലി സെക്കൻഡ്സോ മൈക്രോ സെക്കൻഡ്സോ ഏതാണ്ടേ ഉള്ളൂ. അതുകൊണ്ട് ആരും നോട്ട് ചെയ്യുന്നില്ല. നീണ്ട വർഷങ്ങളാകുമ്പോൾ ഒരു ദിവസമൊക്കെ മാറിയാൽ ആരും അറിയത്തുമില്ല, മാറും, ആരും അറിയുന്നില്ല. ഇതുപോലെ കാലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 10 പടി സൂര്യനെ പുറകോട്ട് തിരിച്ചൊരു സംഭവം ബൈബിളിലുണ്ട്. അവിടെയും ഇവിടെയുമൊക്കെ ടൈമിന് ചേഞ്ച് വന്നിട്ടുണ്ട്. നമുക്കതുകൊണ്ട് തീർത്ത് പറയാൻ അറിയത്തില്ല. എങ്കിലും അപ്രോക്സിമേറ്റ്ലി 2025 സഭയ്ക്ക് ലഭിക്കുന്ന അവസാന സമയത്തിൽ ഒന്നായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ഇനി ഞാൻ വേറൊരു ആംഗിളിൽ പോവാം. ഞാൻ 3-ാം നാളിൻ്റെ ആശയം പറഞ്ഞു. ഇനി ഞാൻ വേറൊരു ആംഗിളിലേക്ക് മാറുകയാണ്. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവൻ്റെ കാലം 120 സംവത്സരമാകും എന്ന് അരുളി ചെയ്തു. ഈ 120 സംവത്സരം ഏത്? നിശ്ചയമായും അത് ഇന്ന് വിശദീകരിക്കത്തില്ല. അടുത്തെന്തെങ്കിലും ഒരവസരം ഉണ്ടെങ്കിൽ ഞാനന്ന് തൊട്ടോളാം. ഇത് ജൂബിലി വർഷമായിരിക്കാം എന്ന് ആത്മലോകം കരുതുന്നു. ജൂബിലി വർഷത്തിന് 50 വർഷം ചേരുന്നതിനെയാണ് ഒരു ജൂബിലി വർഷമെന്ന് വിളിക്കുന്നത്. 50 ജൂബിലികൾ ഒരുമിച്ച് ചേർന്നാൽ അത് 6000 എന്ന് കിട്ടും. എങ്കിൽ ലോകാരംഭം മുതൽ, അതായത് ആദാമിനെ ഏദനിൽ നിന്ന് ഇറക്കി വിട്ടത് മുതൽ 6000 വർഷം മനുഷ്യന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന സമയമാണ് എന്ന് കാണാം. ഞാനിവിടെ നിന്നൊക്കെ എളുപ്പം അങ്ങ് മാറട്ടെ. ഒരുപാട് കണക്കുകൾ അതിനെക്കുറിച്ചുണ്ട്. ഈ ചാർട്ടിനകത്ത് ആദാമിനെ ഏദനിൽ നിന്ന് ഇറക്കി വിട്ടത് മുതൽ യഹൂദൻ്റെ കണക്കനുസരിച്ച് 40-ാമത്തെ ജൂബിലിയിൽ, അതായത് 2000 വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാം ജനിച്ചു. ദൈവം അബ്രഹാമിനെ വേർതിരിച്ചു. അബ്രഹാം ജനിച്ചത് മുതൽ 80-ാമത്തെ ജൂബിലി ആയതോടെ യേശു ജനിച്ചു. 2000 വർഷം. ആദം മുതൽ 2000 വർഷം കഴിഞ്ഞപ്പോൾ അബ്രഹാം ജനിച്ചു. അബ്രഹാം മുതൽ 2000 വർഷം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ 1-ാം വരവ് നടന്നു. എങ്കിൽ
അന്നു മുതൽ അടുത്ത രണ്ടാം വരവിന് ഒരു 2000 വർഷത്തിൻ്റെ കണക്കിട്ടാൽ ശരിയാകത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒത്തിരി പേർക്ക് ചോദ്യമുണ്ട്. ഒത്തിരി 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 ആംഗിളിൽ. വേദപുസ്തകം ഒരു ആംഗിൾ കൊണ്ട് തന്നെ തീരുന്നതിൽ ഒരുപാട് ആംഗിളുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മറി നമ്മൾ അന്ത്യത്തിൻ്റെ അന്ത്യകാലത്തെത്തി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധനെണിയും തന്നെത്താൻ വിശുദ്ധനായിരിക്കട്ടെ. നമുക്ക് ആകാശത്തെ ലക്ഷണങ്ങൾ അറിയാനൊക്കത്തില്ല, എങ്കിലും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ ചിന്തിക്കുവാനായി കഴിയും. അതിൻ്റെ വരവിൻ്റെ സമയമായി. ആകയാൽ പെരുന്നാളുകൾ, ഞാൻ ഈ പെരുന്നാളുകളിലേക്ക് ഇന്ന് പോകുന്നില്ല, വേറൊരു ഭാഗം തൊട്ട് ഞാൻ നിർത്താൻ പോകാം. ഈ പെരുന്നാളുകൾ 7 പെരുന്നാളുകളാണ്. 1, 2, 3, 4 പെരുന്നാളുകൾ, പഴയ നിയമത്തിൻ്റെ പെരുന്നാളുകൾ കറക്റ്റ് ദിവസങ്ങളിൽ പുതിയ നിയമസഭയിൽ പ്രയോജനപ്പെട്ടു. എങ്കിൽ അടുത്ത പെരുന്നാൾ മഹാകാഹളധ്വനിയുടെ പെരുന്നാളാണ്. ആ പെരുന്നാൾ ഈ സെപ്റ്റംബർ മാസം 22, 23, 24 ദിവസങ്ങളിൽ ഒന്നിലാണ്. ഞാൻ പറഞ്ഞു, ആ പെരുന്നാളിൻ്റെ ദിവസം മാത്രം പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. അത് എന്നാണെന്ന് അവർക്ക് തീർത്തറിയത്തില്ല. യഹൂദൻ്റെ ഈ വർഷത്തെ മഹാകാഹളധ്വനിയുടെ പെരുന്നാളിന് വേണ്ടി പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്ന ദിവസങ്ങൾ 22, 23, 24 ഈ ദിവസങ്ങളിൽ എന്നാണ് ചന്ദ്രനെ അവർ ആദ്യം കാണുന്നത്? അന്നാ പെരുന്നാൾ. സെയിം ഡേ ആണ് UNO. ഇത് യേശുവിൻ്റെ വരവിൻ്റെ ഡെഫിനറ്റ് സൂചനയാണ്. അതിനെ എടുത്തു കാണിക്കുന്ന ഒന്നാണ്. യേശുവിൻ്റെ വരവ് എനി സെക്കൻഡിലാണ്. നമ്മളതിന് ഒരുങ്ങിയിരിക്കണം എന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. അതിനെ തുടർന്ന് കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ അതിനോട് ചേർന്ന്, അതിന് ശേഷമല്ല, അതിനോട് ചേർന്ന് കാഹളം ധ്വനിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. എന്ന് യേശു വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വീണ്ടും 3ാമത്തെ പ്രാവശ്യം അതിനെ ഡിസ്ക് ഇന്ന് കാണിക്കുന്നത്. പക്ഷേ യേശു വരും എന്ന് ഉറപ്പാണ്. നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ കഴുകി യേശുവിനോട് ചേർന്നിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്, ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അത് ചെയ്യുന്നതാണ് എൻ്റെ കടമ. വേറൊരു ഭാഷയിൽ അലൈൻ യുവർസെൽഫ് ടു ക്രൈസ്റ്റ്. ഇതിനു വേണ്ടി വേർപാടിൻ്റെ ഗൗരവമുള്ള പദങ്ങൾ ഞാൻ തൊടും. വിശുദ്ധിയുടെ ഗൗരവമുള്ള പദങ്ങൾ ഞാൻ തൊടും. കാര്യം എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ശേഷം ഈ സതുപദേശം കേൾക്കാതെ പോയി എന്ന് ആരെക്കുറിച്ചും പിശാച് കംപ്ലൈൻറ്റ് പറയാൻ അവസരമില്ലാതെ ക്രിസ്തുവിനോട് അലയും ചെയ്യുവാൻ, വചനത്തിൻ്റെ പ്രമാണത്തിൽ വരുവാൻ, എല്ലാവരെയും ഉപദേശിക്കുവാൻ കർത്താവ് തന്ന പദവിക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഇന്ന് നമ്മൾ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുക. കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ തന്നെ ഒരുക്കേണ്ടത് അതിഗംഭീരമായ ഒരാവശ്യമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിലും നമ്മളെ തന്നെ അലൈൻ ചെയ്യണം. ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ. ഇവിടെ പുരുഷൻ എന്നുള്ള പദത്തിന് സ്ത്രീ എന്നർത്ഥം കുറയുന്നില്ല. കാര്യം ക്രിസ്തുവിൽ സ്ത്രീയെ കൂടാതെ പുരുഷനില്ല, പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല. ഇതെല്ലാം കൂടെ ഒന്നാ ദൈവത്തിൻ്റെ തിരുസഭയിൽ പെർഫെക്റ്റ് അലൈൻമെൻറ്റ്. ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവിൻ്റെ മേശയിൽ പോകുന്നതിന് മുമ്പേ എൻ്റെ കുടുംബം എങ്ങനെയുണ്ട്, എൻ്റെ വ്യക്തിജീവിതം എങ്ങനെയുണ്ട്? സുനിൽ പാസ്റ്റർ അത് സാധാരണ ഓർപ്പിക്കുന്ന പതിവുണ്ട്. പരസ്യമോ രഹസ്യവുമായ ലഹരിയുടെ പ്രമാണങ്ങളോട് ഞാൻ എത്രത്തോളം അകന്നു നിൽക്കുന്നു? എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളോടും ജഡീക പ്രവണതകളോടും ഞാൻ എങ്ങനെ അകന്നിരിക്കുന്നു? എൻ്റെ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം എങ്ങനെ പോകുന്നു? മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെ പോകുന്നു? സഭയോടുള്ള എൻ്റെ ബന്ധം എങ്ങനെ പോകുന്നു? സഭയുടെ മാനദണ്ഡങ്ങളും സംസ്കാരങ്ങളും ഞാൻ അംഗീകരിക്കുന്നുണ്ടോ? അതിൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാണോ? എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും ചിന്തിക്കണം. ഞാൻ അതിൻ്റെ ആഴത്തിലോട്ട് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഒന്ന് പരസ്യമായി ഓർപ്പിക്കുന്നത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഒരു കമ്മിറ്റിയുടെ മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ ആത്മീയ അന്തരീക്ഷം കളയുകയല്ല, അതിനകത്ത് തുടരുക. കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ അവരുടെയും ഇവരുടെയും ഒക്കെ കയ്യിൽ അല്പസ്വല്പം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പാസ്റ്റർ അതിനെക്കുറിച്ച് ഗൗരവമായി എടുക്കുന്നില്ല, അത് കോംപ്രമൈസ് ചെയ്യുകയാണ് എന്ന് ആർക്കൊക്കെയോ ധാരണയുള്ളതായി കേട്ടു. ഇതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഒന്ന് എടുത്തു പറയട്ടെ. വ്യക്തിപരമായി ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്കൊരറിവ് കിട്ടിയാൽ, അറിവ് പല രീതിയിൽ വരാം. ഒരാൾ പറഞ്ഞതാകാം, ഒരാൾ എഴുതിയതാകാം, എനിക്ക് ഫോൺ ചെയ്തതാകാം, ഞാൻ സ്വപ്നം കണ്ടതാകാം, ചുമ്മാ അങ്ങ് തോന്നിയതാകാം, എങ്ങനെയൊക്കെയോ, അല്ലെ കറക്റ്റ് ആളെ പറഞ്ഞതായിരിക്കും.
എനിക്കൊരറിവ് കിട്ടിയാൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഒക്കുന്നത്രയും വേഗത്തിൽ ഞാൻ ആളിനെ വ്യക്തിപരമായി കോണ്ടാക്റ്റ് ചെയ്യും. ഒരു പരസ്യവും കൊടുക്കത്തില്ല. ഉദാഹരണത്തിന് വേണ്ടി എൻ്റെ മോൻ്റെ പേര് തന്നെ പറഞ്ഞേക്കാം, ഞങ്ങൾ തമ്മിൽ പെശകില്ല. അതുകൊണ്ടാണ് എന്നോടൊരാൾ പറഞ്ഞു, സുനിൽ സിഗരറ്റ് വലിച്ചതായി കണ്ടു അല്ലെങ്കിൽ കേട്ടു. അങ്ങനെ ഇരിക്കട്ടെ, ഇത് സംഭവം ഉള്ളതല്ലേ. എന്നോടൊരാൾ വന്ന് പറഞ്ഞെന്നിരിക്കട്ടെ, സുനിൽ പാസ്റ്റർ സിഗരറ്റ് വലിച്ചതായി കേട്ടു. ഞാൻ നിശ്ചയമായും സുനിൽ പാസ്റ്ററെ വിളിക്കും. ആദ്യമേ അപ്പൻ എന്ന ബന്ധത്തിൽ അല്ലെങ്കിൽ പാസ്റ്റർ എന്ന ബന്ധത്തിൽ വിളിക്കും. വിളിച്ച് ചോദിക്കും, മോനെ ഇങ്ങനൊരു സംഭവം കേട്ടു, എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? അപ്പോൾ അവൻ പറയും ചുമ്മാതാന്ന് അവൻ പറഞ്ഞാൽ രണ്ടാമതൊരു സാക്ഷി ഉണ്ടാകുന്ന വരെ ഞാൻ മിണ്ടുകയില്ല. പക്ഷെ ഒരു 10 പേരെൻ്റെ അടുക്കൽ വന്ന് സുനിൽ പാസ്റ്റർ സിഗരറ്റ് വലിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അല്ലട വലിച്ചതാണ്. കാര്യം പലര് ഒരേ കാര്യം പറഞ്ഞു. ഒരന്വേഷണം നടത്തിയിരിക്കും. ഇതിനകത്ത് പലരെയും ഞാൻ വ്യക്തിപരമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പല കുടുംബങ്ങളെയും വ്യക്തിപരമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അപാകതപരമായ ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റ്, കാരണം ശരീരത്തെ വിവേചിക്കുക എന്നതൊരു പ്രമാണമാണ്. കർത്തൃമേശ എടുക്കുന്ന ഞാൻ എൻ്റെ ശരീരത്തെ മാത്രം വിവേചിച്ചാൽ മതി. പക്ഷേ കർത്തൃമേശ കൊടുക്കുന്ന ഞാൻ ദൈവത്തിൻ്റെ ശരീരമാകുന്ന എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സഭയെ കൂടെ വിവേചിച്ചേ പറ്റൂ. ഒന്നുകൂടെ പറയാം, നിനക്കിതിനകത്ത് ഇടപെട്ടിട്ട് എന്നാ കാര്യം എന്ന് പറയാം. എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ്, ആ സഭയാണത്, ദൈവത്തിൻ്റെ ശരീരമാണ്. കർത്തൃമേശ എടുക്കുന്നയാൾ അവനവൻ്റെ ശരീരത്തെ വിവേചിച്ചാൽ മതി. പക്ഷെ കൊടുക്കുന്ന ഞാൻ അയലോക്കത്തെ സഭ നോക്കണ്ട, അങ്ങേപ്പുറത്തെ സഭയിൽ ഇത് നടക്കുന്ന അന്വേഷിക്കണ്ട. പക്ഷെ എൻ്റെ ശരീരമാണ് ഇത്, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. എൻ്റെ അടുക്കൽ ഒരു കംപ്ലയിൻറ്റ് വരികയാണെങ്കിൽ നിശ്ചയം ഞാനതിനെക്കുറിച്ച് അന്വേഷിച്ചിരിക്കും. പരസ്യപ്പെടുത്തത്തില്ല. ചെവിക്ക് ചെവി അറിയത്തില്ല. അതിൻ്റെ അർത്ഥം ഒറ്റയാളിനോട് പോലും ചോദിക്കാൻ വിട്ടെന്നല്ല, ചോദിക്കും. ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ഇന്നതാന്ന് മനസ്സിലായാൽ ഐ ഗോ ഇൻ ടു ഹിസ് ഷൂസ്, അദ്ദേഹത്തിൻ്റെ ഷൂസിലോട്ട് ഞാൻ കയറും എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്ഥാനത്ത് എന്നെ തന്നെ ആക്കും. അത് ന്യായമാണോ എന്ന് അന്വേഷിച്ച ശേഷം ആണെന്ന് ബോധ്യപ്പെട്ടാൽ അവിടെ കൊണ്ട് നിർത്തും. അല്ലെന്ന് ബോധ്യപ്പെട്ടാൽ എന്നെ കൊണ്ട് ഒക്കുന്ന കറക്റ്റീവ് മെഷേഴ്സ് കൊടുക്കും. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന കൂട്ടത്തിൽപ്പെടുന്ന അല്ല നമ്മളെല്ലാം ദൈവത്തിൻ്റെ കരുണയാൽ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നുണ്ട്. സഭ ഏകീകൃതമാകട്ടെ. ലെറ്റസ് ബി അലൈൻഡ്. നമുക്ക് ചർച്ചിൻ്റെ ഡിസിപ്ലിനിൽ വന്നേ തീരൂ. ചില സഹോദരന്മാരെന്നോട് അവരുടെ പ്രിൻസിപ്പിൾ ഇന്നതാ, പോളിസി ഇന്നതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് അറിഞ്ഞിട്ട് കാര്യമില്ല. സഭയുടെ പോളിസിയിലാണ് നിൽക്കേണ്ടത്. എനിത്തിങ് റീസണബിൾ നമ്മൾ അതിനകത്ത് പോകണം. ദയവായി നമുക്ക് ഒരുമിച്ച് ഒന്ന് അലൈൻ ചെയ്യുവാൻ, ക്രിസ്തുവിൽ ഒരു ശരീരമായി നിൽക്കുവാൻ, ഒരേ വിശുദ്ധിയിൽ, ഒരേ കാഴ്ചപ്പാടിൽ, ഒരേ മാനദണ്ഡത്തിൽ കർത്താവിനെ സേവിക്കുവാൻ ഒന്ന് ഏൽപ്പിക്കപ്പെടാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. തിരുസഭയെ ഞങ്ങളുടെ കരങ്ങളിൽ തരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബലവും ഘനവും ബഹുമാനവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങൾ അങ്ങയുടെ പാദത്തിൽ വരുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ഈ സഭയെ ഞാൻ ഒന്നുകൂടെ അനുഗ്രഹിക്കുന്നു. സെപ്റ്റംബറിൻ്റെ അനുഗ്രഹം ഈ ജനത്തിൻ്റെ മേൽ വരുവാൻ, ആത്മാവിൻ്റെ ശക്തിയായ പകർച്ച ഈ സഭയുടെ മേലുണ്ടാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവസഭയെ അനുഗ്രഹിക്കുകയാ. അങ്ങയുടെ കൃപയുടെ ഇരിക്കണമേ. ജനത്തെ ദൈവകൃപയിൽ നടത്തണമേ. മഹത്വം അങ്ങ് എടുക്കണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.